പൊതുസ്ഥലങ്ങളിൽ ഹാക്കിംഗ് സജീവമാകുന്നു. പോലീസ് എത്ര ശ്രമിച്ചിട്ടും ഇതിന് പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായില്ല. പബ്ലിക് വൈഫൈയോ പരിചയമില്ലാത്ത ലിങ്കുകളിലോ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് പോലീസ് നിർദ്ദേശം. പണ്ടൊക്കെ കള്ളന്മാരെ പേടിച്ച് ബാങ്കിലായിരുന്നു പൈസ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനും പറ്റാത്ത അവസ്ഥയായി. ശരിയാ. ഹലോ, ഗൂഗിൾ പേ അത് ഞാൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. എത്ര രൂപയായിരുന്നു? ഓക്കെ, ചെയ്തേക്കാം. ബ്രോയുടെ കയ്യിൽ റേഞ്ച് ഉണ്ടല്ലോ, ഒന്ന് ഹോട്ട്സ്പോട്ട് തരുമോ ജി പേ ചെയ്യാനായിട്ട്? അതിനെന്താ ബ്രോ, ഓൺ ആക്കിയേക്കാം. ആയിട്ടുണ്ട് ബ്രോ, താങ്ക്സ്. ബ്രോ, എൻ്റെ സ്റ്റേഷൻ എത്തി, ഞാൻ ഇറങ്ങുവാണേ. ഹലോ, ഞാൻ ജി പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി. ചേട്ടാ, നല്ല സ്മൂത്ത് വണ്ടി, ഇതൊന്ന് വിൽക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എടാ, നിനക്ക് അങ്ങനെ തോന്നിയടാ എന്റെ മുഖത്ത് ഇങ്ങനെ ചോദിക്കാൻ? വണ്ടി വിൽക്കണമെന്ന് ഞാൻ ചത്താലും വിൽക്കില്ല. നീ പോ. സൈബർ ക്രൈംസ് കൂടി വരുന്നതിനാൽ പബ്ലിക് വൈഫൈസോ പരിചയമില്ലാത്ത ലിങ്കുകളിലോ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് പോലീസ് നിർദ്ദേശം. ഹാക്കിംഗ് കൂടുന്നു എന്ന പരാതികളെ തുടർന്നാണ് പോലീസിന്റെ ഈ നിർദ്ദേശം. പലിശക്കാരൻ കോൾ എടുക്കണോ? എടുത്തേക്കാം. ഹലോ, എന്താ മോനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? അത് ചേട്ടാ, നിനക്ക് പൈസ തന്നാ തിരിച്ചു തരാൻ അറിയില്ലടാ. ചേട്ടാ, പൈസ റെഡിയാവുകയാണ്, ഞാൻ ഉടനെ. ഞാൻ ഇപ്പൊ വിളിച്ച വേറെ ഒന്നുമല്ല, ഞാൻ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങി കേട്ടാടാ. ആണോ? കൺഗ്രാറ്റ്സ്. എന്തോ ബിസിനസ്? ഓർഗൻ ട്രേഡിംഗ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. കൊള്ളാം ചേട്ടാ, നല്ല പേര്. എന്താണ് ബിസിനസ്? അതായത് നിന്നെയൊക്കെ പോലെ പലിശയെ കടവും വാങ്ങിച്ചിട്ട് തരാത്തവന്മാരെയൊക്കെ പിടിച്ചോണ്ട് അവന്മാരെ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ ചെത്തി എടുത്ത് വിൽക്കുന്ന ബിസിനസ്സാടാ. നല്ല ലാഭമുള്ള കച്ചവടാണടാ. അല്ല ചേട്ടാ, ഞാൻ പൈസ ഉടനെ തരും. നീ മേടിച്ച കാശ് തിരിച്ചു തരണേണ് നിനക്ക് നല്ലത്, തരാതിരിക്കണേണ് എനിക്ക് ലാഭം. അതാണ് എനിക്കിഷ്ടം. എടാ, അതെ, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ബൈക്ക് വിൽക്കാൻ തീരുമാനിച്ചു. നിനക്ക് വേണോ? ചേട്ടനല്ലേ പറഞ്ഞ വണ്ടി ചത്താലും വെക്കൂലെന്ന്, പിന്നെ ഇപ്പൊ എന്ത് പറ്റി? അല്ലടാ, ചാവണേക്കാൾ നല്ലത് ബൈക്ക് വിൽക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ആടാ, ഞാൻ ഇപ്പം CDMയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. പൈസ ഇടാൻ വന്നേ. ഞാൻ നേരെ മാളിലോട്ട് വരാം. ശരിയടാ. ഹലോ, ആടാ, ഞാൻ മാളിയിരിക്കുന്നു, 3ാമത്തെ ഫ്ലോറിൽ. നീ വേഗം വാ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ വരണ വരെ പോസ്റ്റ് ആണല്ലോ. നെറ്റില്ല പുല്ല്. വൈഫൈ ഉണ്ടോ നോക്കാം. വൈഫൈ ഉണ്ട്. അയ്യോ, എന്റെ പൈസ.
എന്താടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? എടാ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ മൊത്തം പോയടാ. എങ്ങനെ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് മാളിൽ പോയി ഒരു ഫ്രീ വൈഫൈ കണക്ട് ചെയ്തുള്ളൂ, എൻ്റെ മൊത്തം പൈസയും പോയി. എവിടെ പോയപ്പോ? എടാ മാളിൽ പോയപ്പോടാ. എടാ എൻ്റെ 1,23,339 രൂപയാണ് തെണ്ടി അടിച്ചുകൊണ്ട് പോയത്. അക്കൗണ്ടിൽ കിടന്ന പൈസ മൊത്തം കൊണ്ടുപോയി. സൈബർ സെല്ലിൽ കേസ് കൊടുത്താലോ? അവിടെ ദിവസം 100 കണക്കിന് കേസാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ അവിടെ ഒറ്റ കേസ് മാത്രമാണ് നിൻ്റെത്. എനിക്ക് തോന്നുന്നില്ല അവിടെ കൊടുത്താൽ ശരിയാവുമെന്ന്. അത് ശരിയാ, എൻ്റെ തെറ്റാ. ന്യൂസിൽ പറഞ്ഞതാ, അത് ശ്രദ്ധിക്കാൻ ഞാൻ കണ്ണി കണ്ട വൈഫൈ കണക്ട് എൻ്റെ പൈസയും പോയി, എൻ്റെ ബൈക്കും പോയി, എൻ്റെ മൊത്തം മനസ്സമാധാനവും പോയി. ഏത് സമയത്തോ എന്തോ. ഞാൻ ഇനി എന്ത് ചെയ്യട്ടാ? എടാ പോയത് പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇനി അടുത്ത എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ആലോചിക്കും. അല്ലാതെ ഇതിൻ്റെ പുറകെ നമുക്കിനി പോകാൻ പറ്റത്തില്ല. നീ അത് വിട്ടുകളാടാ. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത? കാശില്ലാടാ നിന്റെ കയ്യില്? നീ എന്ത് പറ്റി കാണണമെന്ന് പറഞ്ഞ? എടാ അളിയ, നീ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ച? അതെ. അപ്പൊ നിനക്ക് കോഡിംഗ് ഒക്കെ അറിയാലോ? അറിയാം. അതിന്? എടാ ഞാൻ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയൂ. എൻ്റെ ആണെങ്കിൽ ഒറ്റ പൈസ എടുക്കാനില്ല. ആ പലിശക്കാരനാണെങ്കിൽ മനസ്സമാധാനം തരാതെ വിളിച്ചോണ്ടിരിക്കുവാണ്ട്രാ. എടാ നീ നന്നായിട്ട് കോഡിങ് ചെയ്യൂലേ? നീ വിചാരിച്ച അവനെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? എന്നെ ഒന്ന് സഹായിക്കൂ. എടാ ഇതൊക്കെ മെനക്കെട്ട പരിപാടിയാണ്. നീ നടക്കുന്ന കാര്യം എല്ലാം പറ, നമുക്ക് നോക്കാം. എൻ്റെ പൈസ കിട്ടുമെന്ന് മനസ്സ് പറയണം. നീ ഒന്ന് കൂടെ നിന്നാ മതി. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, കിട്ടുവടാ. പക്ഷേ എന്നെ പൈസ കിട്ടിയില്ലേ ഒരുത്തൻ കൊല്ലും. അവനാണെങ്കിൽ ഫോൺ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം പ്ലീസ്. എടാ എൻ്റെ മനസ്സമാധാനത്തിന് പ്ലീസ് ഒന്ന് ശ്രമിച്ചു നോക്കാം. ചേട്ടാ ഇങ്ങനെ ഇടന്ന് വിളിക്കണമെന്നില്ല, ഞാൻ ക്യാഷ് ആകുമ്പോൾ കൊണ്ടുവന്നോളാം. എടാ ഫോൺ എന്താടാ? ഞാൻ ഇതിലെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം വൈഫൈ വഴി ആരെങ്കിലും നിന്നെ ഹാക്ക് ചെയ്യാനോ വല്ലതും നോക്കുവാണെങ്കിൽ അഥവാ വൈറസ് കയറ്റാനോ നോക്കിയാൽ അത് കറക്റ്റായിട്ട് നിനക്ക് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. അളിയാ ഇനി ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ പബ്ലിക് പ്ലേസിലും പോയി അങ്ങനെ ഒരു വൈഫൈ ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ നീ പോകുന്നിടത്തൊക്കെ അവ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് നിന്റെ സമയം കളയണോ? ഇല്ല അളിയ, ഞാൻ ബൈക്ക് വിറ്റ പൈസയാണ്, എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ. ഓക്കേടാ, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്. അപ്പൊ ഞാൻ പോട്ടെ അളിയ, താങ്ക്സ്. മണ്ടൻ. എടാ നീ പറഞ്ഞതാണ് ശരി. ഇതിൻ്റെ പുറകെ പോയാൽ സമയവും പോവും, പൈസയും പോവും. ഇതിൻ്റെ പുറകെ പോയാൽ ഇനി കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല അളിയ. അപ്പോഴേ പറഞ്ഞില്ലടാ, ഇതൊരു ഹാക്കറാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്തായാലും ഞാനിപ്പോൾ ഒരു ജോലിക്ക് കയറാൻ പോകണ്ടോ? നല്ല തീരുമാനം. ഇനിയിപ്പോൾ പലിശക്കാരനോട് ഞാൻ എന്ത് പറയുമോ എന്തോ. എന്നാ ഞാൻ പോട്ടാടാ. ശരിയടാ. പിന്നില്ലേ, ഞാൻ നാളെ ചിലപ്പം ബാംഗ്ലൂർ പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. ആണോ? ഹാപ്പി ജേണിയടാ. ബാ.
ശരിയടാ, പോണേ. കരണ്ടും പോയി, പുല്ല്. അയ്യോ, എൻ്റെ പൈസ. എടാ നീയാ? എടാ എന്തു പറ്റി? എടാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായടാ. ആരാ? ഗൗരിയല്ലേ, ആനന്ദിന്റെ ഗേൾഫ്രണ്ട് അല്ലേ? അവനെ അറിയോ? എടാ, നിന്നെ അറിയാവുന്ന ആരോ ആന്ന് തോന്നുന്നു. ആഹാ, ആ അവള് വിളിച്ചാനൊക്കെ എടുക്കാൻ അറിയാം, നമ്മൾ വിളിച്ചാ നീ എടുക്കൂല. അത് ചേട്ടാ, ഞാൻ ഹായ് അവൾക്ക് കൈ കൊടുക്കണം. മോളെ, ഞാൻ അവന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇവ എന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇല്ല. അവൻ പറയൂല. ഞാനും അവനും ചെറിയ പണക്കത്തിലാണ്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലടാ, നീ പൈസ തരാത്തേണ് എനിക്ക് ഇഷ്ടം, അതാണ് എനിക്ക് ലാഭം. ഇപ്പൊ ഞാൻ ഈ മോതിരം വിൽക്കുക, അടുത്ത നിന്റെ പെണ്ണിനായിരിക്കൂടാ. എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. പക്ഷെ എനിക്ക് അവനെ അടിക്കണം. നീ ഒന്ന് എൻ്റെ കൂടെ നിൽക്കൂ. എടാ, ഞാനിവിടെ ആകെപ്പാടെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറി. എൻ്റെ പൈസയും ഹാർഡ് ഡിസ്കും സിസ്റ്റവും എല്ലാം അവൻ കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എടാ, എങ്കിൽ വാ, പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാം. പോലീസൊന്നും വേണ്ട. അതെന്ത്? അത് പിന്നെ എടാ, കേസൊക്കെ കൊടുത്ത് അതിൻ്റെ പുറകെ കുറേ ഓടേണ്ടി വരും. എനിക്ക് അതിനൊന്നും വയ്യ. അത് ശരിയാ. എടാ, എനിക്ക് ആ സാധനം എന്തായാലും കിട്ടിയേ പറ്റൂ. നീ ഒന്ന് എന്നെ സഹായിക്കോടാ ആ കള്ളനെ പിടിക്കാൻ. ഞാൻ ഹാക്കറിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയല്ല. എടാ, എനിക്ക് എൻ്റെ സാധനവും കിട്ടിയില്ല, സമയം പോയി. നിനക്ക് നിന്റെ സമയം കളയണം. പക്ഷെ എനിക്ക് എൻ്റെ ആ സാധനങ്ങൾ വേണോടാ. അതിൽ എൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. എടാ, കള്ളനെ പിടിക്കാൻ പോയാലും അപ്പോഴേക്കും അവ അതൊക്കെ വിറ്റ് കാശാക്കി കാണും. എടാ, നിന്നെ ഞാൻ ഹാക്കറിനെ കണ്ടുപിടിക്കാൻ സഹായിച്ചതല്ലേ? നീ എന്നോട് ഇങ്ങനെ എന്നെ കാണിക്കണം. ഈ പന്നിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ മോതിരം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എടാ, ഇത് നിന്റെ മോതിരമാണോ? അല്ലടാ. എടാ, നീ കള്ളനെ തേടി കഷ്ടപ്പെടണ്ട. ഡേവിഡ് ജോൺ. ഇത് അവന്മാരുടെ ഗ്യാങ്ങിൽ പെട്ടവന്മാരുടെ മോതിരമാണ്. നിന്നെ ഇന്നലെ അടിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയതായിരിക്കും. കഞ്ചാവ് വിറ്റ് കിട്ടുന്ന പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുത്ത് തരാത്തവന്മാരെ ഗുണ്ടായസത്തിലൂടെ നേരിട്ട് മോഷണം നടത്തിച്ചിരിക്കുന്ന ഒരു പരമചെറ്റയാണ് ഈ ഡേവിഡ്.
ഇവൻ നമ്പൂതിരി ആയിരുന്നാടാ. നമ്പൂതിരി ആയിട്ടാടാ ഇങ്ങനെ എറിയിരിക്കണ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലടാ, നീ എനിക്ക് കാശ് തരാത്തേണ് ലാഭം. എടാ, നീ എൻ്റെ കൂടെ നിന്നാൽ എനിക്ക് എൻ്റെ കടവും വിട്ടാൽ നിനക്ക് നിൻ്റെ സാധനം എടുക്കാം. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എടാ എൻ്റെ സിസ്റ്റം ഒന്നും ഇവിടെ കാണാനില്ലടാ. ആ സാധനം ഇവിടെ കാണൂല. എവിടെ കാണുമെന്ന് എനിക്കറിയാം. വാ. എടാ അപ്പൊ ഇവന്റെ കാര്യോ? ഓ, അവ ഇനി എണീക്കൂല. ഡേവിഡ് ജോൺ, ഇത് അവന്മാരെ ഗ്യാങ്ങിൽ പെട്ടവന്മാരെ മോതിരമാണ്. നിന്നെ ഇന്നലെ അടിച്ചപ്പോൾ അവൻ്റെ കൈ നൂരിപ്പോയതായിരിക്കും. എടാ ആ എടാ അന്ന് അവൻ എൻ്റെ വീട്ടിൽ വന്നു എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. പിന്നെ അവൻ എന്നെ അടിച്ചു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് ഹലോ
ഹലോടാ, നിന്റെ സ്റ്റാറ്റസിൽ കൂടെ നിൽക്കണ പയ്യൻ ഏതാടാ? സ്റ്റാറ്റസാ നോക്കട്ടെ. ആടാ, അതെൻ്റെ ഫ്രണ്ടാണ്. എടാ, ഇവനാണ് 2 മാസം മുമ്പേ ട്രെയിനിൽ വെച്ച് എൻ്റെ പൈസ അടിച്ചോണ്ട് പോയത്. എടാ, ഇവനെതിരെ ഞാൻ സൈബർ സെല്ലിൽ പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ദിവസം 100 കണക്കിന് കേസാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ അവിടെ ഒറ്റ കേസ് മാത്രമാണ് നിൻ്റെത്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് നിന്റെ സമയം കളയണം. എടാ നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേടാ? എൻ്റെ സിസ്റ്റം സാധനമൊക്കെ എവിടെടാ? എല്ലാം സേഫ് ആയിട്ടിരിപ്പുണ്ട്. എവിടെയാടാ വെച്ചേക്കുന്നേ? അവിടെ പോലീസിനെ കളിപ്പിക്കുന്നതാ.